തിരുവനന്തപുരം കാരയ്ക്ക മണ്ഡപത്ത് പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും വീട്ടിൽ വെച്ച് മരിച്ചു. കാരയ്ക്ക മണ്ഡപത്ത് താമസിക്കുന്ന ഷമീനയും കുഞ്ഞുമാണ് മരിച്ചത്. ഭർത്താവ് ചികിത്സ നിഷേധിച്ചെന്ന് നാട്ടുകാർ ആരോപിച്ചു. പോലീസും ആശാവർക്കർമാരും ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടിരുന്നെന്നും നാട്ടുകാർ പറഞ്ഞു. അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുമെന്ന് നേമം പോലീസ് അറിയിച്ചു. ഈ സംഭവം ഏകദേശം ഒരു മാസം മുമ്പ് നടന്ന സംഭവമാണ്. ഇത് ആശാവർക്കർമാർ ഇവിടെ വന്ന് ഇങ്ങനൊരു പേഷ്യൻ്റ് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ നേരത്തെ മൂന്ന് സിസേറിയൻ ചെയ്ത ലേഡിയാണ്. അപ്പോൾ അക്വപഞ്ചറിലൂടെ സ്വന്തമായിട്ട് വീട്ടിൽ വെച്ച് പ്രസവം എടുക്കാമെന്നുള്ള തീരുമാനം അവർ രണ്ടുപേരും കൂടെ നേമത്തെ പോലീസ് SI എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ സംസാരിച്ചു വിട്ടതാണ്. എന്നിട്ട് അവർ മാക്സിമം പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോണത് 3 സിസേറിയനാണ്, അത് വ്യക്തമായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. പിന്നെ അക്വപഞ്ചറിലൂടെ സ്വന്തമായിട്ട് പ്രസവിപ്പിക്കാൻ നോക്കിയതാണ് സംഭവിച്ചത്. ഭർത്താവാണ്, അതായത് സ്ത്രീയെ വേറെ അന്യ ഡോക്ടർമാർ കാണാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവരത് ചെയ്തത്. മുഹമ്മദ് ആഷിഖുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. ആഷിഖ്, അശാസ്ത്രീയമായ രീതിയിൽ വീട്ടിൽ വെച്ച് പ്രസവം നടത്താനുള്ള ശ്രമമാണ് ഇത്തരമൊരു ദുരന്തത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ജിൽസി, ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. വീട്ടിൽ വെച്ച് പ്രസവം നടന്നതിനെ തുടർന്ന് 35 വയസ്സുകാരിയായ ഷമീനയും കുട്ടിയും മരണപ്പെടുകയായിരുന്നു. നിലവിൽ 2 മൃതദേഹങ്ങളും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഈ സംഭവത്തെ തുടർന്ന് തെളിവെടുപ്പും മൊഴിയെടുക്കലും അടക്കമുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നേമം പോലീസ് പറയുന്നത് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും. മറ്റു കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. നമ്മളിവിടെ നാട്ടുകാരുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഷമീനയുടെ 4ാമത്തെ പ്രസവമാണ്. കഴിഞ്ഞ 3 പ്രസവങ്ങളും സിസേറിയൻ മാർഗമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസവം ആശുപത്രിയിൽ നടത്തണമെന്ന് നാട്ടുകാരും കൂടാതെ പോലീസും ആരോഗ്യ പ്രവർത്തകരും അടക്കം ഈ ഷമീനയുടെ ഭർത്താവിനോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ ഭർത്താവ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ചികിത്സ നിഷേധിച്ചു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. നാട്ടുകാരുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്. മുൻപ് പലവട്ടവും ഈ പ്രശ്നം ഉന്നയിച്ച് ഇവരോട് ഈ ഭർത്താവ് നവാസിനോട് സംസാരിക്കുമ്പോഴും ഇവർ ഈ ചികിത്സ നൽകാൻ തൻ്റെ തീരുമാനമാണ്, ഇവിടെ അക്യുപങ്ക്ചർ വഴി പ്രസവം എടുക്കാം എന്ന് പറഞ്ഞു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഇവിടുത്തെ പ്രാദേശിക ആശാ വർക്കർമാരോടക്കം സംസാരിക്കുമ്പോൾ പറയുന്നത്, ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ല, തൻ്റെ ഭാര്യയുടെയും കുട്ടിയുടെയും ജീവിതത്തെക്കുറിച്ച് തന്നേക്കാൾ ആശങ്ക തനിക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തട്ടിക്കയറുകയും ആയിരുന്നു എന്നാണ് ആശാ വർക്കർ അടക്കം പറയുന്നത്. ഏതായാലും വലിയ ദുരിതപൂർണമായൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ചികിത്സാ നിഷേധത്തെ തുടർന്ന് ഒരമ്മയും കുട്ടിയും മരിച്ചിരിക്കുന്നു. നാട്ടുകാരടക്കം പറയുന്നത് ഈ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലാണ് ചികിത്സ നിഷേധിക്കാൻ കാരണമായത് എന്നാണ്. ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്. കാരയ്ക്ക മണ്ഡപത്താണ് വീട്ടിൽ പ്രസവിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചത്. ഭർത്താവിനെതിരെയാണ് ആരോപണം ഉയരുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ പ്രസവം എടുക്കാൻ ശ്രമിച്ചതാണ് ഈ അപകടത്തിന്, ഈ ദുരന്തത്തിന് ഇടയായതെന്നുള്ള വിവരങ്ങളാണ് ആഷിഖ് പങ്കുവയ്ക്കുന്നത്.